ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ എളമ്പള്ളൂർ ഉത്സവം കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ ചെറുതിലെന്തോ പോയതാണ്. അപ്പോൾ വിചാരിച്ചു ഇപ്പം ഈ വർഷം ഇറങ്ങിയേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. ഇവരെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ട് പരിചയമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഹരിയും ഹരിയുടെ വൈഫും പിന്നെ കുഞ്ഞാവയും ശ്രീദേവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. കുറച്ചപ്പുറമാണ് നമുക്ക് വണ്ടി വെക്കാൻ പറ്റിയത്. അത് നടന്നു വന്നപ്പോഴത്തേക്ക് ഉത്സവമൊക്കെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളൊരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ ദാണ്ട് ഹനുമാനാണോ അല്ല ദേവിയാട്ടോ. ദേവി ദാണ്ട് ഇങ്ങനെ പോണുണ്ട്. പിന്നെ ഹനുമാനെ ദാണ്ട് മറ്റേ ക്രെയിൻ ഇല്ലേ അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അങ്ങനെ എവിടെ ഉത്സവത്തിന് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ മറ്റേ ഇടിവണ്ടിയുടെ ഇടയ്ക്കൂടെ പോകാൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കേട്ടോ. നല്ല തിരക്കായിരുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുമ്പോൾ അവിടെ നിന്ന് ഉത്സവം കാണാൻ പറ്റുന്ന മൈറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ തട്ടിയിടാതൊക്കെ പോകണമല്ലോ. അതിന് സൂക്ഷിച്ച് ഞങ്ങളിങ്ങനെ ലൈനായിട്ട് പോയി. അത് ഞങ്ങൾക്കൊരു സ്പേസ് കിട്ടി അമ്പലത്തിന് ഫ്രണ്ടിലായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒതുങ്ങി നിന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് അവിടെ അമ്പലത്തിന് ഫ്രണ്ടിൽ പോപ്പറൊക്കെ പൊട്ടിച്ചപ്പോൾ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ മുടിയിലൊക്കെ വീണ് മുടിയിൽ കിടക്കുന്നതാണ് നല്ല രസമുണ്ട്. അവിടെ വേറെ ഗേൾസിനെയൊക്കെ മുടിയിൽ കിടന്നപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ മുടിയിലുണ്ടോ എന്ന് നോക്ക്, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദാണ്ട് അമ്പലത്തിന് ഫ്രണ്ടിൽ വന്ന് എല്ലാ ഫ്ലോട്ടുകളും കാണിക്കുമല്ലോ, അതാണ്. പിന്നെ ആന വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആന ഇത് കഴിഞ്ഞിട്ട് ആറാട്ടിന് പോകും. അങ്ങനെ ആന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇടിവണ്ടി ഇങ്ങോട്ടേക്ക് വരാതെ അങ്ങോട്ടേക്ക് പോയി. അത് ഞങ്ങൾക്ക് വിഷമമായി. ഞങ്ങൾ നിന്നിടത്തേക്ക് വന്നില്ല. അങ്ങനെ ആന അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല ബാൻഡ് മേളം കേൾക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചേ. ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉത്സവ കുട്ടികളാണ് കേട്ടോ. എനിക്ക് ഉത്സവം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ ഉത്സവം എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഞാൻ അപ്പോഴേ ചാടി പുറപ്പെടും. അങ്ങനെ വീണ്ടും ഫ്ലോട്ടും അതെല്ലാം വരുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ഞങ്ങൾ കാണാത്തതൊക്കെ ഉണ്ടെന്ന് പിന്നെ ഓരോരുത്തർ സ്റ്റാറ്റസ് കണ്ടപ്പോൾ മനസ്സിലായി. അതിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്നപ്പോൾ കണ്ടാണ് ഇതൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടി ഇവൻ പോയി ഒന്ന് ഡാൻസ് കളിച്ചിട്ട് വന്ന്. ഉത്സവത്തിന് വന്നതല്ലേ മുതലാവണ്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവന്മാരും ഡാൻസ് കളിക്കാനൊന്നും പോയില്ല. അപ്പോൾ ജസ്റ്റ് അവരൊന്ന് കളിച്ചിട്ട് വന്നു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് നടക്കുകയാണ്. അങ്ങോട്ടേക്ക് നടന്നപ്പോൾ ഇത്രയും ദൂരം തോന്നില്ല. തിരിച്ച് നടന്നപ്പോൾ നല്ല ദൂരമുണ്ട്. ഇവരൊക്കെ എൻ്റെ യൂട്യൂബിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുമ്മാ എന്നെ കളിയാക്കിയൊക്കെ ചെയ്യും, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ അവിടെ ഒരു പള്ളിയുണ്ട്. ദാണ്ട് യേശുദാണ്ട് നിൽക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന ഉത്സവമൊക്കെ കാണിക്കും കേട്ടോ പള്ളിയിൽ. അവിടെ ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പോയി. പിന്നെ എനിക്ക് പെട്രോൾ അടിക്കാൻ പോകണമായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാൻ പോയി. പെട്രോൾ അടിച്ച് വന്നപ്പോഴേക്ക് ഇവരൊക്കെ ഐസ്ക്രീം അടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ഐസ്ക്രീം ഒക്കെ കുടിച്ച് അവിടെ കുറേ നേരം കാര്യം പറഞ്ഞു. പിന്നെ ഈ ഉത്സവം കണ്ടിട്ട് പോകുന്ന പിള്ളേർ അവരൊക്കെ ഇങ്ങനെ കമന്റ് അടിച്ച് ഐസ്ക്രീം കിട്ടിയ പിന്നെ സംസാരമൊന്നുമില്ലല്ലോ. പിന്നെ ഐസ്ക്രീമിലാണ് പിന്നെ സംസാരമൊന്നുമില്ല. പിന്നെ ഇവന്മാരെ ഇടയ്ക്ക് തന്നെ അനക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ അറിയാതെ എടുത്ത വീഡിയോ ആണ്. എനിക്ക് അഭിരാമി അയച്ചു തന്നെ കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബിനും മറക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ ഇടണം. ബൈ ബൈ.